ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സ്ഥാനാർത്ഥികളുടെ ഈ ചെയ്ത്തൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കും എന്ന മട്ടിൽ ചിലത് പറഞ്ഞു പോകുന്നത്. കാരണം വെച്ചാൽ നമ്മളിത് ട്രോൾ അടിക്കുന്നവരുടെ മാത്രമല്ല, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും ഇത് അരോചകമായി തോന്നിയാണ്. ഈ പലരും മനസ്സിലാക്കേണ്ടത് എവിടെ അഭിനയിക്കുന്നത് പഠിക്കണം. എവിടെയാണ് അഭിനയിച്ചത്? ക്യാമറയുടെ മുമ്പിലാണോ അഭിനയിക്കേണ്ടത്, ജീവിതത്തിലാണോ അഭിനയിക്കുക? ക്യാമറയുടെ മുമ്പിലും ഓവർ ആക്ട് ചെയ്യുക, ജീവിതത്തിനും ഓവർ ആക്ട് ചെയ്യുക, രണ്ടും ചെയ്യരുത്. രണ്ടും കൃത്രിമത്വം. ക്യാമറയുടെ മുമ്പിലും കൃത്രിമത്വം, ക്യാമറ മാറിക്കഴിഞ്ഞാൽ അവിടെയും കൃത്രിമത്വം. കുറച്ച് നാച്ചുറലായ നന്നായിരിക്കും. ഇത് പറയുമ്പോൾ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാകെ ഏത് നിലയ്ക്കാണ്, വല്ലാതെ എങ്ങനെ പറയാതിരിക്കും എന്ന് തോന്നി പലതും പറഞ്ഞ പോലെ തോന്നി. പ്രത്യേകിച്ച് പിന്നെ ഇഫ്താറിൻ്റെ സമയത്ത് അല്ലെ പള്ളിയിലേക്ക് പോയത്. അതല്ലേ കറക്റ്റല്ലേ? കാരണം വെച്ചാൽ പള്ളിയിലേക്ക് പോകുന്നു. ഇപ്പം ഞാൻ എല്ലാ പള്ളികളിലും 23 വർഷമായിട്ട് MLA. പത്തനാപുരത്തെ എല്ലാ പള്ളികളിലും കയറി ചെല്ലാനും അവരുമായിട്ട് സംസാരിക്കാനും അവിടെ വരുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഇല്ല. അവിടെ വരുന്ന നിസ്കരിക്കാൻ പറ്റുന്നവരും അവിടുത്തെ ഉസ്താദുമാരും എല്ലാം ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള. പക്ഷേ ഇന്ന് കരുതി ഒരു തിരഞ്ഞെടുപ്പ് വന്നൊന്നും ചാടി കയറി അകത്ത് കയറാം. അതിൻ്റെ നമ്മൾ നിൽക്കേണ്ട ഒരു പള്ളിയിൽ പോയാൽ, ദേവാലയത്തിൽ പോയാൽ അവരവർ നിൽക്കേണ്ടത്. ഇപ്പം ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ പോയി അൾത്താരയ്ക്കകത്ത് ചാടി കയറാം. MLA എന്ന് പറഞ്ഞാൽ അൾത്താരയ്ക്കകത്ത് ചാടി കയറാൻ പറ്റും? പാടില്ല. അത് വൈദികന് മാത്രമുള്ള സ്ഥലമാണ്. ഒരു അമ്പലത്തിൽ പോയി ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഇദ്ദേഹം സുരേഷ് ഗോപി പൂണൂലിട്ട് നമ്പൂരി ആവണം എന്ന് പറയുക, പിന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുക, പിന്നെ പൗരത്വ നിയമത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക, അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിരിക്കുന്നത് പ്രഖ്യാപിക്കുക, വിദേശത്തുനിന്ന് വന്ന പൗരന്മാരെ തിരഞ്ഞുറക്കി നാട്ടിൽ നിന്ന് ഓടിപ്പിക്കും എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി. നാണമുണ്ടോ? വൈകിട്ട് ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ആദ്യമായിട്ട് നോമ്പ് കഞ്ഞി കുടിക്കുന്നത്, അതിനുള്ളൊരു ചടങ്ങൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോ അങ്ങനെ തന്നെ തോന്നിപ്പിച്ചു എന്നാണ് നമുക്ക് അറപ്പ് തോന്നി. കാരണം വെച്ചാൽ അത് ആകർഷണം തോന്നിയില്ല, അറപ്പ് തോന്നിയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അദ്ദേഹം തന്നെ വേറൊരു ചിത്രം ഞാൻ കണ്ടു. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പാവപ്പെട്ട ഒരു സ്ത്രീ ഓടി അടുത്ത് ചെല്ലുന്നു. അവരെ ദേഹത്ത് തൊട്ടാൽ അശുദ്ധി വരും. ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത് അടുത്തൊരു ജന്മം നമ്പൂനാനായി നമ്പൂതിരിയായി ജനിക്കണം എന്ന സാധനമാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൊഴുന്നതല്ലാതെ ആ സ്ത്രീക്ക് ഒരു വിധത്തിൽ കൈ കൊടുക്കുന്നില്ല. അവർ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മാറി മാറി പോകണം, പുറമോട്ട് വലിയാണ്. എന്നിട്ട് അമ്പലത്തിരിക്കുന്ന തൊട്ടാന്ന് വെച്ചാൽ അമ്പലത്തിരിക്കുന്ന ദൈവത്തിന് എന്താ അശുദ്ധി? ഒരശുദ്ധിയില്ല. യഥാർത്ഥ ദൈവവിശ്വാസി അല്ല അതും ഷോയാണ്. ഈ അമ്പലത്തിൽ പോകുന്നതും ഷോ ഒരു തുണിയൊക്കെ ഇട്ട്, തുണി ഇടാതെ പോയാലും മതി, ഉടുപ്പൂരിയിട്ട് അവിടെ തോളി ഇട്ടുകൊണ്ട് പോയാലും നമുക്ക് അമ്പലത്തിൽ പോയാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ ദൈവവിശ്വാസി, അന്ധവിശ്വാസിയല്ല. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ആ വയസ്സായ അമ്മ പോയി കഴിയുമ്പോൾ അദ്ദേഹം വളരെ കാളായിട്ട് നടന്നു പോയി. അപ്പം പാവപ്പെട്ടവൻ ദേഹത്ത് തൊട്ടാൽ അശുദ്ധി ഉണ്ടാകുന്ന ആൾ, അവൻ്റെ വോട്ട് വേണം. പാവപ്പെട്ട അമ്മയുടെ ശരീരത്തിൽ അവർ സ്പർശിച്ചാൽ അശുദ്ധി ഉണ്ടായി ദൈവം അനുഗ്രഹിക്കാതിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസിക്ക് ഈ പാവപ്പെട്ട സ്ത്രീയുടെ വോട്ട് വേണം. അതാണ് എൻ്റെ ചോദ്യം. വേണമല്ലോ, ഉറപ്പല്ലേ, തെരഞ്ഞെടുപ്പല്ലേ? അത് പറയാം, രണ്ടും കൂടി ചേരും. അല്ല, അദ്ദേഹം ഷേക്കാൻഡ് കൊടുത്താൽ എൻ്റെ ഐശ്വര്യം പോകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിൽ ഷേക്കാൻഡ് ഇതാ, ഷേക്കാൻഡ് എന്നിട്ട് മറ്റേ സാനിറ്റൈസർ അടിക്കരുത്, മൈക്കിനും അടിക്കുന്നു. മൈക്കിനും അടിക്കുന്നുണ്ട്. അത് കണ്ടിരുന്നോ? അതൊക്കെ കൊണ്ട് എല്ലാം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരാളല്ലല്ലോ അദ്ദേഹത്തിൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും, അദ്ദേഹത്തിന് മകളുടെ വിവാഹം പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കോടിയേരി സഖാവിൻ്റെ മകൻ്റെ വിവാഹത്തിന് പോയതാണ്. നിശ്ചയത്തിനെ വിളിച്ച് വളരെ കുറച്ച് പേരേ ഉള്ളായിരുന്നു, 50-60 പേരേ ഉള്ളായിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ ഒരു മുറിയിൽ ഒരു ഹാളിൽ വെച്ച്, ചെറിയൊരു ഹാളിൽ വെച്ചായിരുന്നു. ബിനീഷിൻ്റെ കല്യാണത്തിന് മുമ്പ് പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിളിച്ച്, ഞാൻ പോയിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു, അപ്പോൾ അടുപ്പമുള്ളവരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഇത് നിശ്ചയം മാത്രമല്ല, മകൻ്റെ വിവാഹം കൂടി ഇവിടെ അങ്ങ് നടത്തുകയാണ്, എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു, താലിയം കെട്ടി, അവിടെ വെച്ച് വിവാഹം. ഇത് വിവാഹം പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രി അതിനേക്കാളും തൻ്റെ പാർട്ടി പ്രവർത്തകനായ ഒരാളുടെ മകളുടെ വിവാഹം, അത് സിനിമാ നടനാവട്ടെ, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി കല്യാണം ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ, വലിയ സെലിബ്രിറ്റിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വിവാഹം പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിനാക്കി മാറ്റി. നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ റോഡ് ഷോയും, അതൊക്കെ ഒരു മോശമാണ്. കാരണം പ്രധാനമന്ത്രി ചെയ്തത് മോശമാണ്, ഇയാൾ ചെയ്തത് മോശമാണ്. മകളുടെ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബപരമായ സ്വകാര്യപര വിവാഹമാണ്. അതിൻ്റേതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. എൻ്റെ മകളുടെ വിവാഹം ഞാൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗുരുവായൂർ വെച്ച് നടത്താം, ഇവിടെ വെച്ച് വേണം നടത്താം. അതൊരു എല്ലാവരും കാണുന്നൊരു സ്വപ്നമാണ്. അതൊരു ആഘോഷമായ, അതൊരു പൊളിറ്റിക്കൽ
ക്യാമ്പയിനായി. അല്ല, സത്യത്തിൽ ലോക്സഭാ എനിക്ക് ചോദിക്കാൻ പറ്റും, വ്യക്തിപരമായി എനിക്ക് ചോദിക്കാൻ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ശരിക്കും അങ്ങനെ രാഷ്ട്രീയം ദർശിക്കാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തി എന്നൊരു തോന്നൽ എല്ലാവരിലേക്കും വരുത്തുന്ന ഒരു വിളംബരം അതിനകത്തുണ്ടായിരുന്നു. അപ്പം മോദി തന്നെ വരുന്നു, സുരേഷ് ഗോപി അവിടെ അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ പിറ്റേ ദിവസം അവിടെ റോഡ് ഷോ നടത്തുന്നു. അതെല്ലാം അതിനനുബന്ധമായ ഒരു ജില്ലയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വിവാഹവും അതിനനുബന്ധമായ അത് ഒരുപക്ഷെ അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പറഞ്ഞാൽ പോലും പ്രധാനമന്ത്രിയെ പോലും ഒരാൾ അത് ഒഴിവാക്കേണ്ടതാണ്.